ഓം ഗം ഗണപതേ നമ. നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുക്രൻ എന്ന ഗ്രഹം ധനത്തെ നൽകുന്ന ധനദാതാവാണ് ശുക്രൻ. എന്നാൽ ശനിയാകട്ടെ കർമ്മഫലത്തെ നൽകുന്ന ദാതാവുമാണ് ശനി. ഈ രണ്ട് ഗ്രഹങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അനുകൂലമായ പല മാറ്റങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സാധ്യമാകുന്നതാണ്. സൗഹൃദ സ്നേഹഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും കൂടിച്ചേരുന്നത് നിമിത്തം ഉണ്ടാകുന്ന അപൂർവ യോഗങ്ങൾ വളരെ ഭാഗ്യമായിരിക്കും വ്യക്തികളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത്. ഇനി 2025 വരാൻ പോകുന്നത്. 2024 കഴിയാറായി വരികയാണ്. അപ്പോൾ 2025 തുടക്കത്തിൽ ചില രാശിക്കാർക്ക് ശനി ശുക്ര കൂടിച്ചേരൽ, ഈ രണ്ട് ഗ്രഹങ്ങളുടെ സൗഹൃദമായ കൂടിച്ചേരൽ നിമിത്തം ചില രാശിക്കാർക്ക് 2025 തുടക്കം മുതൽ വളരെ ഭാഗ്യമാണ് ലഭിക്കാനായി പോകുന്നത്. കാരണം ഇവർ കൂടിച്ചേരുന്നത് നിമിത്തം സൗഹൃദ ഭാവമാണ് അവിടെ രൂപം കൊള്ളുന്നത്. രണ്ടുപേരും അല്ലെങ്കിൽ ദുഷ്ട സ്വഭാവത്തോടെയോ അല്ലെങ്കിൽ അത് ബഹളം പ്രശ്നങ്ങളൊക്കെ രീതിയിൽ രണ്ട് വ്യക്തികൾ കൂടിച്ചേരുകയാണെങ്കിൽ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ രണ്ട് ഗ്രഹങ്ങളും സൗഹൃദ ഭാവത്തിലാണ് ആ കൂടിച്ചേരൽ നടക്കുന്നത്. അതിൻ്റെ ഫലമായി 2025 ചില രാശിക്കാർക്ക് വളരെ ഭാഗ്യമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ശനിയുടെയും കർമ്മഫലത്തെ നൽകുന്ന ശനിയുടെയും ഭാഗ്യത്തെ, ഐശ്വര്യത്തെ, ജീവിത വിജയത്തെ പ്രദാനം ചെയ്യുന്ന ശുക്രൻ്റെയും ഈ കൂടിച്ചേരൽ നിമിത്തം, സൗഹൃദ ഭാവത്തിലുള്ള ഈ കൂടിച്ചേരൽ പ്രത്യേകം പറയുന്നതാണ്. അപ്പോൾ അത് നിമിത്തം ചില രാശിക്കാർക്ക് വളരെ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ആ നേട്ടങ്ങൾ വരാൻ പോകുന്നത് എന്ന് നമുക്കറിയണ്ടേ? ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശനിയുടെയും ശുക്രൻ്റെയും ഈ സൗഹൃദ ഭാവത്തിലുള്ള കൂടിച്ചേരൽ നിമിത്തം 2025 തുടക്കം മുതൽ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെയും ശുക്രൻ്റെയും ഈ സംയോജനം, കൂടിച്ചേരൽ വളരെ ഗുണഫലങ്ങളെയാണ് നൽകാനായി, പ്രദാനം ചെയ്യാനായി പോകുന്നത്. അതിൻ്റെ ഇടവം രാശിക്കാർക്ക് അവരുടെ തൊഴിൽ മേഖലയിലായിരിക്കും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കാനായി പോകുന്നത്. തൊഴിലില്ലാത്ത ആളുകൾക്ക്, തൊഴിലിനായി കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുപാട് നാളെ നല്ല ഒരു ജോലി, ഉയർന്ന വേതനം, ഇതൊക്കെയും ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകൾക്കൊക്കെയും ഭാഗ്യമായിട്ടാണ് 2025 വരവ്. സാമ്പത്തികമായി വളരെ ഉയർച്ച, ഒരു നേട്ടങ്ങൾ, ഇതൊക്കെയും ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്ന, പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് 2025. അതുകൊണ്ട് തന്നെ ഈ 2024 കഷ്ടതകൾ, വിഷമങ്ങൾ, ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെയും അനുഭവിച്ചവർക്കൊരു മാറ്റം തന്നെയായിരിക്കും ഈ 2025 കടന്നു വരവ്. കാരണം രണ്ട് തുല്യ ശക്തികളായ രണ്ട് ഗ്രഹങ്ങളാണ് സൗഹൃദ ഭാവത്തിലേക്ക് എത്താനായി പോകുന്നത്. അതിൻ്റെ ഫലം ഈ രാശിക്കാരുടെയൊക്കെ ജീവിതത്തിൽ, അനുഭവത്തിൽ വരുമെന്നതാണ് വാസ്തവം. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളായിരിക്കും ആദ്യമേ നീങ്ങി മാറുന്നത്. 2025 തുടക്കം മുതൽ തന്നെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇറങ്ങാൻ സാധിക്കും. അതിലൊരു വിജയം, അതായത് നമ്മൾ ഒരു ലോട്ടറി എടുത്താൽ പോലും ചെറിയൊരു തുകയാണെങ്കിൽ നമുക്കതിലൊരു സമ്മാനം അടിക്കും. അല്ലെങ്കിൽ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ അത് നമ്മൾക്ക്, ചില ആളുകളുണ്ട് PSC എഴുതുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ പല പല ജോലി കിട്ടാനുള്ള, ഇങ്ങേ അറ്റത്ത് ചെറിയൊരു ഒരു 10ാം ക്ലാസ് അല്ല 5ാം ക്ലാസ്സിലെ പരീക്ഷയാണെങ്കിൽ പോലും നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ തങ്ങളുടേതായ കഴിവുകൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകളാണ് 2024 കടന്നു പോയത്. കാരണം ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരമൊക്കെ വളരെ, നമ്മൾ എത്രത്തോളം കഴിവ് പ്രയോഗിച്ച് കാര്യങ്ങൾ ചെയ്താലും അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഫലങ്ങളെയായിരുന്നു ഈ ഒരു സമയത്ത് ശനി പ്രദാനം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി കർമ്മഫലദാതാവായ ശനി ശുക്രനുമായി ചേർന്ന് ആ ഒരു സൗഹൃദ ഭാവത്തിൽ രണ്ടുപേരുടെയും സൗഹൃദ കൂട്ടായ്മ അവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ നിമിത്തമാണ് വളരെ മാറ്റങ്ങൾ ഇടവം രാശിക്കാർക്ക് വരാൻ പോവുകയാണ് 2025 തുടക്കം മുതൽ. ജോലിയിൽ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രൊമോഷൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടും അത് അകന്നകന്ന് പോകുന്നു എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാൽ വലയുന്നവർക്കൊക്കെയും ജോലിയിൽ പ്രൊമോഷൻ, ഉയർന്ന വേതനം, സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇതൊക്കെയും നിങ്ങൾക്ക് ശനിയും ശുക്രനും ഇങ്ങനെ ഒരുമിച്ച് സംക്രമണം നടത്തുന്ന സൗഹൃദ ഭാവത്തിൽ, അത് വീണ്ടും എടുത്തു പറയുകയാണ്. കാരണം അവർ സൗഹൃദപരമായി മുന്നോട്ട് പോകുന്നത് കാരണം സമ്പത്തും
ഭാഗ്യവും കൂടി രണ്ടും കൂടെ ചേർന്ന് നമ്മുടെ കർമ്മഫലവും സമ്പത്തും രണ്ടും കൂടി ചേർന്ന് ഒരുമിച്ച് നമുക്ക് ധൈര്യമായി വരികയാണ്. അതിൻ്റെ നിമിത്തം തന്നെ നമ്മളിലേക്ക് ഉണ്ടാകുന്ന ഭാഗ്യത്തിനും അത്രത്തോളം മാഹാത്മ്യം പ്രാധാന്യമൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. മികച്ച ആരോഗ്യമായിരിക്കും. 2024 കൊറോണ വന്നതിന് ശേഷം തന്നെ അതിന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള ആളുകളുടെ എല്ലാം ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു കുടുംബവുമില്ല, അതേപോലെ ഒരു വ്യക്തികളുമില്ല. ഒന്നും അല്ലെങ്കിൽ തലവേദനയെങ്കിലും എല്ലാവർക്കും അടിക്കടി മാറിയിട്ടില്ല. അതൊക്കെയും കൊറോണ എന്ന് പറഞ്ഞാൽ മാത്രം അതിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രഹങ്ങളൊക്കെയും സംക്രമണം നടത്തുന്നത് അല്പം വക്രഗതിയിലും അല്ലെങ്കിൽ നമ്മൾക്ക് ദോഷകരമായ ഭാവത്തിലുമായിരുന്നു. അത് ഈ ഒരു വർഷത്തോടു കൂടി കഴിയുകയാണ്. 2005 തുടക്കം മുതൽ വളരെ നേട്ടങ്ങളും ഗുണങ്ങളും ഭാഗ്യങ്ങളുമാണ് ഏവർക്കും ലഭിക്കാനായി പോകുന്നത്, പ്രത്യേകിച്ച് ഇടവം രാശിക്കാർക്ക്. അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം 2ാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 3/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നേട്ടവുമായിട്ടാണ് 2025 ശുക്രനും ശനിയും കടന്നു വരുന്നത് ജീവിതത്തിലേക്ക്. കാരണം ലഗ്നഭാവത്തിൽ തന്നെയായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സംക്രമണം നടക്കുന്നത്. അത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുംഭം രാശിക്കാർക്ക്. കുംഭം രാശിക്കാർക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും 2025. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം ആ ആത്മവിശ്വാസം പ്രതിഫലിക്കുകയും ചെയ്യും. നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് പൂർണ്ണ വിജയത്തിലെത്തിക്കാനായി നമ്മൾക്ക് തന്നെ സാധ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഭാഗ്യം കൂടി ചേരുമ്പോൾ ഇരട്ടി മധുരവും നേട്ടവും ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങൾ, അതായത് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ മാറി മാറി പോകും. നിങ്ങൾ അർഹിക്കുന്ന പൂർവിക സ്വത്താണ് നിങ്ങൾക്ക് ലഭിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിന് തടസ്സമായി ഇടങ്കോലിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അകന്നു മാറി നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും 2025. മികച്ച ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് 2025 ഉണ്ടാകുന്നതായിരിക്കും. കാരണം ദാമ്പത്യ വിവാഹമൊക്കെ കഴിഞ്ഞു, പക്ഷേ കുടുംബത്തിൽ ഒരു അസ്വാരസ്യങ്ങൾ, അതായത് എത്രത്തോളം സമാധാനപരമായി പോയാലും സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അതായത് നമ്മൾ എത്രത്തോളം സമാധാനത്തോടെ പോകാൻ ശ്രമിച്ചാലും ഗ്രഹങ്ങളുടെ ഈ മാറ്റം നിമിത്തം എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ. ആ ഒരു അവസ്ഥയ്ക്കാണ് 2025 തുടക്കം മുതൽ മാറ്റം വരാൻ പോകുന്നത്. മികച്ച ഒരു ദാമ്പത്യ ജീവിതത്തിന് നിങ്ങൾ അർഹരാണ്. അതുകൊണ്ട് തന്നെ 2025 നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകൾ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നതുണ്ട്. അതൊരു നേട്ടമില്ലാതെ വരികയും ആ പാർട്ട്ണർഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ട് ഒരു വ്യക്തി ചിലപ്പോൾ ലാഭം കൂടുതൽ എടുക്കുന്നവരായിരിക്കും. ഒരാൾ അങ്ങ് ആകെ സമാധാനത്തോടെ പോകണം, അല്ലെങ്കിൽ എനിക്ക് അർഹിക്കുന്നതേ ഞാൻ എടുക്കൂ എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ആ വ്യക്തി ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കൂടി അനുഭവിക്കുന്നത് മറ്റേ ഓപ്പോസിറ്റുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബിസിനസ് ചെയ്ത് വിഷമിച്ച് ഇനി അത് നിർത്താം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് അത് നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല. മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ലാഭം നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഒരു വർഷമാണ് 2025 നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾ പുറത്ത് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകളുണ്ട് മനസ്സിലിട്ട് വിങ്ങി കൊണ്ട് നടക്കും. മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്താണ് പ്രയോജനമെന്ന്. കാരണം നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഉള്ളിൽ ചിരിക്കുകയും പുറത്ത് സഹതാപം കാണിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഏറെ കൂടിയ ആളുകൾ. എല്ലാവരെയും പറയുന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മാത്രമായിരിക്കും നമ്മുടെ ദുഃഖങ്ങളിൽ വിഷമിക്കുന്നത്. ബാക്കിയുള്ള ആരും ചിലപ്പോൾ അതിൽ വിഷമിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ കഴിവതും ആരോടും നമ്മുടെ വിഷമങ്ങൾ പറയാതിരിക്കുന്നതാവും. കാരണം നമ്മുടെ വേദന നമുക്ക് മാത്രമായിരിക്കും വേദനയായിട്ടുള്ളത്. വേറൊരാൾക്ക് അത് ചിരിക്കാനുള്ളൊരു വക, അല്ലെങ്കിൽ നാളെ അത്താഴ സമയത്തിരുന്ന് വീട്ടുകാരോടൊത്ത് പറഞ്ഞ് രസിക്കാനുള്ളൊരു വകയായിട്ട് മാറും. അതുകൊണ്ട് കഴിവതും ആരോടും പറയാതിരിക്കുക. പ്രത്യേകിച്ച് കുംഭം രാശിക്കാർ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം വയ്ക്കുക. കാരണം എന്തെന്നാൽ നിങ്ങളുടെ വിഷമങ്ങൾ കേട്ട് ചിരിക്കാനായിട്ടുള്ളവരാണ് അപ്പുറം തലയ്ക്കിരിക്കുന്നത്. കാരണം അത്രത്തോളം നേട്ടങ്ങളും ഭാഗ്യവും കിട്ടേണ്ട നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ പതനം കാണാനായിരിക്കുന്ന ആളുകളാണ് ചുറ്റിലും ഉള്ളതെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങൾക്കും നല്ല പരിഹാരവും ഐശ്വര്യവുമായിട്ടാണ് 2025 കുംഭം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെയും ശുക്രൻ്റെയും ഈ സംയോജനം നിമിത്തം വൃശ്ചികം രാശിക്കാർക്ക് വളരെ ഭാഗ്യവും സമ്പത്തും ഐശ്വര്യവും ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് 2025. കാരണം 4ാമത്തെ ഭാവത്തിലായിരിക്കും ശനി ശുക്ര സംക്രമണം 2025 നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖഭോഗങ്ങൾ വർദ്ധിക്കും. ഒരു വ്യക്തിക്ക് സുഖം ലഭിക്കുന്നത് സമ്പത്ത്, ഐശ്വര്യം, നേട്ടങ്ങൾ, ധനം, ആഹാരം, ഇഷ്ടഭക്ഷണ ലബ്ധി, അതേപോലെ തന്നെ ആരോഗ്യ സൗഖ്യം, ശരീരസുഖം,
കാരണം അസുഖങ്ങളാൽ വലയുന്നവർക്ക് ശരീരത്തിന് സുഖം, സമാധി ഇതൊക്കെയാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. എല്ലാവിധ സുഖഭോഗങ്ങളോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് 2025. പുതിയ വാഹനം, പുതിയ ഗൃഹം, പുതുമയുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സമയം. അതുകൊണ്ട് തന്നെ ആരൊക്കെ തടസ്സം നിന്നോ, ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അതിനൊന്നും നമ്മൾ ഭയപ്പെടേണ്ട. കാരണം 2025 നിങ്ങളിലേക്ക് പുതുമയുടെ വർഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പഴമകൾ മാറി പുതുമയാണ്, മണമാണ് നിങ്ങളിലേക്ക് വരേണ്ടത്. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പഴമകളെ നിങ്ങൾക്ക് മാറ്റാനും പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നേടാനും കഴിയുന്ന ഒരു വർഷമായിരിക്കും 2025. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു 4-5 വർഷത്തിനിടയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതമാണ് നിങ്ങൾക്ക് 2025 കിട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആ തുടക്ക സമയം ജനുവരിയൊക്കെ വളരെ നല്ല ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക്. ആ ഒരു വർഷം 2025 ഒരു 1/4 ഭാഗത്തോളമൊക്കെ എത്തുമ്പോൾ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കാം. ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ അധിക ചിലവുകൾ വന്നേക്കാം, അല്ലെങ്കിൽ അല്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, കുടുംബത്തിൽ അല്പം വഴക്ക് പ്രശ്നങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ്. എങ്കിൽ പോലും ആ വർഷത്തിൻ്റെ 2025 പകുതിയോളം സമയം നിങ്ങൾക്ക് നല്ലതാണ്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നത് ആര് കണ്ടില്ലെങ്കിലും ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ ഈ സംക്രമണം നിമിത്തം, അതായത് ശുക്രനും ശനിയും ഒന്നിക്കുന്ന നിമിത്തം വളരെ ഭാഗ്യവും മേന്മയും നേട്ടങ്ങളുമാണ് 2025 നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025 27 നക്ഷത്രക്കാർക്കും 12 രാശിക്കാർക്കും വളരെ മേന്മയും നേട്ടവുമായിട്ടാണ് കടന്നു വരുന്നത്. എങ്കിലും ചില ഗ്രഹങ്ങൾ, ചില നക്ഷത്രം, അത് നമ്മൾ പറയാറില്ലേ, അവർ എവിടെയെങ്കിലും ഒരു സ്ഥാനത്തിരുന്നാൽ അവരുടെ കൂടുതലും അതിൻ്റെ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് അവരുടെ ബന്ധുക്കൾക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്ന് പറയുന്ന പോലെ ചില നക്ഷത്രങ്ങൾ, ചില രാശികൾ അല്ലെങ്കിൽ ചില ഗ്രഹങ്ങൾ ഒന്നിക്കുമ്പോൾ അതിൻ്റെ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ചില രാശിക്കാർക്കായിരിക്കും. എങ്കിൽ പോലും 2025 ചുരുക്കി പറഞ്ഞാൽ ഒരു വളരെ മേന്മയും നേട്ടവുമായിട്ടാണ് 27 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്.